ആരും പേടിക്കണ്ട കേട്ടോ. എന്താണ് ഞാൻ ഈ മുഖത്തിട്ടിരിക്കുന്നതെന്നല്ലേ? അപ്പം ആ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇതെടുത്ത് മുഖത്തിട്ടത്. അപ്പം വേറൊന്നുമല്ല, ഇത് തൈര്, മുട്ടയുടെ വെള്ള, അരിപ്പൊടി, എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ അല്ലേ? അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നല്ല മിക്സാക്കി നമ്മുടെ മുഖത്ത് തേച്ച് പറ്റിച്ച് ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക. ഉണങ്ങിക്കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാണാം. ഓക്കെ, ഉണങ്ങുന്നവരെ വെയിറ്റ് ചെയ്യുക. ഏകദേശം ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വരാം, എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, കണ്ടോ, മുഖത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ്സും തിളക്കവും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇപ്പം എൻ്റെ മുഖത്ത് വേറെ ഒന്നും തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ആ ഒരു ഇത് കഴുകിക്കളഞ്ഞ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ മുഖത്ത്. കണ്ടോ, നല്ല സോഫ്റ്റ്നെസ്സാണ്. അപ്പം നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും 100% ഉറപ്പാണ്. ഞാൻ പരീക്ഷിക്കുന്നതാണ്, ഞാൻ മിക്കവാറുമൊക്കെ ഇത് ചെയ്യുന്നതുമാണ്. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്യുക. നിങ്ങൾക്കും സുന്ദരിയായിട്ടിരിക്കണ്ടേ? അപ്പോൾ ശരി, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ. ഹായ്, കണ്ടോ നേരത്തെ ലുക്കാണോ ഇപ്പോഴെൻ്റെ ലുക്കെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഞാൻ കള്ളമല്ല പറയുന്നത്, സത്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും ഇത് തീർച്ചയായും നോക്കണം കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ ഒരുങ്ങി നടക്കുക. സ്ത്രീകൾ എപ്പോഴും ഒരുങ്ങി നടക്കുക. ഈ അലങ്കോലപ്പെട്ട് നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മുഖമൊക്കെ കഴുകി ഒന്നുകിൽ രാവിലെ എണീറ്റ് കുളിച്ച് തലമുടിയൊക്കെ ഒതുക്കി കെട്ടി വച്ച് നടക്കുക. അപ്പം നന്നായിട്ട് ഒരുങ്ങി നടക്കുക. ഞാൻ ഒരുങ്ങി നടക്കുന്നതാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടം. അപ്പോൾ എനിക്കും അതേ ഇഷ്ടം തന്നെയാണ്. എനിക്കും ഒരുങ്ങി നടക്കുന്നത് തന്നെയാണ് ഇഷ്ടം. അപ്പം എല്ലാവരും മാക്സിമം ഒരുങ്ങി നടക്കാൻ ശ്രമിക്കുക. നമ്മൾ എത്ര ജോലി തിരക്കാണെങ്കിലും നമ്മളെ കാര്യം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. അപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാനായിട്ട്. എത്ര ജോലി തിരക്കോ ആവട്ടെ, രാവിലെ ഉള്ള പെടച്ചടിയും കാര്യങ്ങളും എല്ലാം ആവട്ടെ, എനിക്കിതാ ഇവിടെ 3 കുട്ടികളാണ്. അവരുടെ എല്ലാം കാര്യങ്ങൾ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഒരുങ്ങി നന്നായിട്ട് നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരുങ്ങി നടക്കുന്നതിലോട് ഭയങ്കര താല്പര്യമാണ്. എൻ്റെ ഹസ്ബൻഡിനും അതെ. എനിക്കിങ്ങനെ മൂത്താവധി പിടിച്ച് നടക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ എല്ലാവരും നല്ല സുന്ദര കുട്ടികളും സുന്ദര കുട്ടപ്പന്മാരുമായിട്ട് നടക്കുക, അതല്ലേ നല്ലത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.